Yes, this is the time. India is entering to the warfield of world football. ലോക ഫുട്ബോളിൻ്റെ യുദ്ധഭൂമിയിലേക്ക് ഇന്ത്യ ഇതാ ചിഹ്നം വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. ഇതെല്ലാ തവണത്തെയും പോലെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങ് തള്ളി മറിക്കുന്നതല്ല. ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പല താരങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ലീഗുകളിൽ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അവർക്കാർക്കും അവരുടെ റിസൈഡിങ് നേഷനെ പലപ്പോഴും രാജ്യാന്തര തലത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യമുണ്ട്. ഈവൻ രാജ്യാന്തര തലത്തിൽ ഓസ്ട്രേലിയയെ റെപ്രസെൻ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി വന്ന റയാൻ വില്യംസിനെ പോലെയുള്ള താരങ്ങളെ നമുക്കറിയാം. ഒരുപാട് ഇയാൻ ഡാൻഡെ പോലെയും ഷാൻ ഹണ്ടലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാനുള്ള അവസരത്തിന് വേണ്ടി യാചിച്ചിരുന്നതായിട്ടും ആവശ്യപ്പെട്ടതായിട്ടും ഒക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ നിലനിന്ന നിയമ സംവിധാനങ്ങൾ മൂലം ഒരു ഡ്യുവൽ പാസ്പോർട്ട് ഇഷ്യൂ എന്നൊരു സെറ്റപ്പ് നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരാരും ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു. പക്ഷേ ഇപ്പം കേന്ദ്ര കായിക മന്ത്രാലയം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് ഒഫീഷ്യൽ പ്രപ്പോസൽ നൽകിയതുകൊണ്ട് ഇനി ഒരു സിഗ്നേച്ചറിൻ്റെ താമസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങൾ നിരവധി രാജ്യങ്ങളിൽ കളിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ലോകകപ്പിന് യോഗ്യത നേടാൻ പറ്റും. ഏഷ്യൻ വൻകരയിലെ വൻ ശക്തികളാകാൻ ഇന്ത്യക്ക് ഇനി അധിക ദൂരമൊന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്കറിയാം. നമ്മളുടെ മൻവീറിനും ഫാറൂഖ് ചൗധരിക്കും പകരം അവിടെ ഷാൻ ഹണ്ടലോ ലക്ഷ്മികാന്തോ ഡിലൻ മാർക്കൻ്റെ ഒക്കെ കളിക്കുന്നതായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിലവിൽ ഇന്ത്യൻ ടീമിൽ ആവശ്യത്തിലധികം പാഴുകളുണ്ട്. ഈ പാഴുകളെയൊക്കെ പറക്കി കളഞ്ഞിട്ട് ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ ആ സ്ഥാനത്ത് കളിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പം എനിക്ക് തന്നെ ഏകദേശം 60-70 ഇന്ത്യൻ വംശജരായിട്ടുള്ള ടോപ്പ് ലെവൽ ഒറിജിൻ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അധികൃതർക്ക് എത്ര പേരുടെ ലിസ്റ്റ് എടുക്കാൻ പറ്റും? ഇന്ത്യൻ വംശജരായിട്ടുള്ള നിരവധി യുവതാരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ലീഗുകളിൽ കളിക്കുന്നുണ്ട്. ബ്രസീലിൽ പോലും ഇന്ത്യൻ വംശജരായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. സാവോ പോളോയുടെ 28 വയസ്സുകാരനായിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ഇന്ത്യൻ വംശജനാണ്. പുള്ളി എന്തായാലും ബ്രസീലിയൻ നാഷണൽ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ താരത്തിനെയൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ അണിനിരത്തിയാൽ എന്താണ് പ്രശ്നം? അവരൊക്കെ കൂടെ വന്നു കഴിഞ്ഞാലുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ട്രെങ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലുതായിരിക്കും.